ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡിസിഷൻ. ഡിസിഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതായത് രണ്ടോ അതിലധികമോ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനാണ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രോഗ്രാംഡ് ഡിസിഷൻ. Programmed decision or structured decision. Programmed decisions are those that are made using standard operating procedure or other well-defined method. They are situations that are routine and occur frequently. പ്രോഗ്രാം ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രൊസീജിയറിലൂടെ, അതായത് അല്ലെങ്കിൽ അതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ടും റുട്ടീനായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്ന ഒരു ഡിസിഷനാണ്. ഓർഗനൈസേഷൻ കം അപ്പ് വിത്ത് സ്പെസിഫിക് വേ ടു ഹാൻഡിൽ ദം. അതിപ്പോൾ ഒരു പ്രോബ്ലം വന്നാൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ ചെയ്യണം എന്ന് പ്രോപ്പറായിട്ട് ഓർഗനൈസേഷൻ സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പ്രോഗ്രാം ഡിസിഷൻസ് ആർ എഫക്റ്റീവ് ഫോർ ഡേ ടു ഡേ ഇഷ്യൂസ് സച്ച് ആസ് റിക്വസ്റ്റ് ഫോർ ലീവ് ഓർ പെർമിഷൻ ബൈ എംപ്ലോയീസ്. അതിപ്പോൾ ഡേ ടു ഡേ ഇഷ്യൂസ്, അതായത് നമുക്കിപ്പോൾ ഒരു എംപ്ലോയിക്ക് ഒരു ലീവ് വേണമെങ്കിലോ അല്ലെങ്കിൽ നേരത്തെ ജോലി കഴിഞ്ഞ് പോകണമെങ്കിലോ അതിനുള്ള പെർമിഷൻ വേണമെങ്കിലോ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലീവാണെങ്കിൽ അതിന് ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ലീവ് ലെറ്റർ, അങ്ങനെ ഓരോ സിസ്റ്റം. ഇപ്പോൾ നമ്മുടെ സ്കൂളിലാണെങ്കിലും ഒരു സ്പെസിഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ ഓരോ ഓർഗനൈസേഷനിലും ഉണ്ടാവും. Once the decision taken, procedure to be followed when similar situation arises. അതായത് ഒരിക്കൽ ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ഏതൊരു സിറ്റുവേഷൻ വന്നാലും, ഇതിനെ റിലേറ്റ് ചെയ്ത് എന്ത് സിറ്റുവേഷൻ വന്നാലും എല്ലാം ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രക്ചർ ഓർ പ്രോഗ്രാം ഡിസിഷൻസ് ആർ. അതായത് പ്രോഗ്രാം ഡിസിഷനും അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിസിഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. These decisions are well-defined, repetitive and routine in nature. Predetermined decision rules and algorithms are used. These decisions can be delegated to lower level employees. അതായത് ഇതൊരു ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു സിറ്റുവേഷൻ വന്നാൽ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് കൂടുതലായിട്ടും ലോവർ ലെവൽ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളതാണ്. The cost of taking such decision is low. ഈ ഡിസിഷൻ എടുക്കാനുള്ള കോസ്റ്റ് വളരെയധികം കുറവായിരിക്കും. ഡിസിഷൻ ക്യാൻ ബി മെയ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അത് സെറ്റ് ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് ഈസി ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം സപ്പോർട്ട് ഫോർ ദീസ് ടൈപ്പ് ഓഫ് ഡിസിഷൻ. മെനി സ്ട്രക്ചർഡ് ഡിസിഷൻ ക്യാൻ ബി മെയ്ഡ് വിത്ത് ദ സിസ്റ്റം ഇറ്റ്സെൽഫ്. അതായത് കമ്പ്യൂട്ടറിൽ തന്നെ നമുക്കത് ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിജക്റ്റിംഗ് എ കസ്റ്റമേഴ്സ് ഓർഡർ ഇഫ് ദ കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് വിത്ത് കമ്പനി ഈസ് ലെസ് ദാൻ ടോട്ടൽ പേയ്മെൻറ്റ് ഓഫ് ദ ഓർഡർ. നമുക്ക് കസ്റ്റമറിൻ്റെ ഓർഡർ റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ? അവർ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് തന്നില്ലെങ്കിൽ നമുക്കത് റിജക്റ്റ് ചെയ്യാം. ഇനി അതല്ല, കസ്റ്റമേഴ്സ് ഓർഡർ ഈസ് നോട്ട് റിജക്റ്റഡ് ബിക്കോസ് ഓൾട്ടർനേറ്റീവ് പേയ്മെൻറ്റ് അറിയാം. ഇപ്പോൾ സപ്പോസ് ഒരു കസ്റ്റമർ പേയ്മെൻറ്റിന് പകരം വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഓൾട്ടർനേറ്റീവായിട്ട് ക്യാഷിന് പകരം ചെക്ക്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് ഓർഡർ പ്ലേസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഡിസിഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, നോൺ പ്രോഗ്രാം ഡിസിഷൻ ഓർ അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ. Non-programmed decisions are not as structured as programmed decision and are usually taken through judgment and creativity. നോൺ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവില്ല, വെൽ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവില്ല. അത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യേണ്ട തരത്തിലുള്ള ഡിസിഷൻസാണ് അത്. They are innovative in essence as newly created or unexpected problems are settled through unconventional. അതായത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുക, ആ സമയത്ത് എന്ത് സൊല്യൂഷൻ നമ്മൾ എടുക്കണം, അതാണ് നോൺ പ്രോഗ്രാം ഡിസിഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദീസ് ടൈപ്പ് ഓഫ് ഡിസിഷൻസ് ആർ ഒക്കേഷണൽ ആൻഡ് യുണീക്ക് ഇൻ നേച്ചർ. അത് എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാവാം, അതൊരു യുണീക്കും ആയിരിക്കും. ദർ ആർ നോ പ്രീ ഡിഫൈൻഡ് പ്രൊസീജിയേഴ്സ് അവൈലബിൾ ടു സോൾവ് ദ പ്രോബ്ലം. അതായത് ഒരു പ്രോബ്ലം വന്നാൽ ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണമെന്ന് നേരത്തെ നമ്മൾ മുൻകൂട്ടി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്, പർച്ചേസിങ് ഓഫ് ഫീച്ചേഴ്സ്. അതായത് പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് നേരത്തെ ചെയ്ത് ശരിയില്ല, അങ്ങനെയൊക്കെ എടുക്കുന്ന ഡിസിഷനെയാണ് നോൺ പ്രോഗ്രാം ഡിസിഷൻ എന്ന് പറയുന്നത്.
കമ്പ്യൂട്ടേഴ്സ് കനോട്ട് മേക്ക് അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ. ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി വെക്കാത്തതാണ്. നമുക്ക് കമ്പ്യൂട്ടർ മുഖാന്തരം ഇത് ചെയ്യാനും സാധിക്കില്ല. അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ദേ ആർ ഒക്കേഷണൽ ആൻഡ് യൂണിക് ഇൻ നേച്ചർ. ഹെൻസ് ദേ ആർ നോട്ട് റിപ്പീറ്റേറ്റീവ്. അതായത് ഒക്കേഷണലായിട്ട് എപ്പോഴെങ്കിലും സംഭവിക്കുന്നതാവാം. അതിനൊരു യൂണിക്കായിട്ടുള്ള ഒരു നേച്ചറും ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും അത് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നില്ല. നോ പ്രീ ഡിഫൈൻഡ് പ്രൊസീജിയേഴ്സ് ആർ അവൈലബിൾ ടു സോൾവ് പ്രോബ്ലം. ഒരു പ്രോബ്ലം വന്നാൽ അത് ഇന്നതുമാതിരി ചെയ്യണമെന്ന് നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. മാനേജ്മെൻറ്റ് ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ പ്രോബ്ലം സോൾവിങ് മെത്തോഡജി ടു ടേക്ക് ഡിസിഷൻ. These decisions cannot be delegated. The cost of taking decision comparatively high. പ്രോഗ്രാം ഡിസിഷനെ അപേക്ഷിച്ച് കോസ്റ്റ് ഹൈ ആയിരിക്കും. നെക്സ്റ്റ് വൺ, സ്ട്രാറ്റജിക് ഡിസിഷൻ. Routine decisions are related to general functioning of the organization. The decisions are repetitive in nature. They do not require much evaluation analysis and can be taken quickly. On the other hand, strategic decisions affect organizational objectives, goals, and other important policy matters. They contribute directly to the achievement of the common goal of the enterprise. സ്ട്രാറ്റജിക് ഡിസിഷൻ അതായത് എന്തിനാണ് മെയിനായിട്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്, ഗോൾസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിസി മാറ്റേഴ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസിഷനാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ. അതായത് ദ കോൺട്രിബ്യൂട്ട് ഡയറക്ട്ലി ടു ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ കോമൺ ഗോൾ. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അത് ഡയറക്റ്റായിട്ട് അതിന് ഒരു പങ്ക് വഹിക്കുന്നു. ദേ ഹാവ് ലോങ് ടേം ഇംപ്ലിക്കേഷൻ ഓൺ ദ ബിസിനസ് ഓഫ് എൻ്റർപ്രൈസസ്. ദേ ആർ യൂഷ്വലി ഇൻവോൾവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്. ഈ തരത്തിലുള്ള ഡിസിഷന് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, കോസ്റ്റ് കൂടുതലാണ്. These decisions are taken after careful analysis and evaluation of many alternatives. ഈ തീരുമാനങ്ങൾ, അത് നമ്മൾ ഫണ്ട് കൂടുതലായിട്ട് വേണ്ടതുകൊണ്ട് തന്നെ ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തും പഠിച്ചും മാത്രം എടുക്കാൻ പറ്റുള്ളൂ. These decisions are taken by top level managers. Usually ഈ decisions ആരാ എടുക്കുന്നത്? top level managers. These decisions are based on partial knowledge of the environmental factors which are uncertain and dynamic. അടുത്തത് ടാക്ടിക്കൽ ഡിസിഷൻ. ദീസ് ഡിസിഷൻ റിലേറ്റഡ് ടു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻ. ഈ സ്ട്രാറ്റജിക് ഡിസിഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റേജാണ് ടാക്ടിക്കൽ ഡിസിഷൻ. ദീസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ഡെവലപ്പിംഗ് ഡിവിഷണൽ പ്ലാൻസ്, സ്ട്രക്ചറിങ് വർക്ക് ഫ്ലോ, എസ്റ്റാബ്ലിഷിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചെയിനൽസ്. അതായത് ഈ ഡിസിഷൻ നമ്മളെടുത്തത്, സ്ട്രാറ്റജിക് ഡിസിഷനിൽ നമ്മളെടുക്കുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ സ്റ്റേജാണ് ടാക്ടിക്കൽ ഡിസിഷനിൽ വരുന്നത്. അതായത് അക്വിസിഷൻ ഓഫ് റിസോഴ്സസ് സച്ച് ആസ് മെൻ, മെറ്റീരിയൽ ആൻഡ് മണി. ദീസ് ഡിസിഷൻസ് ആർ ടേക്കൺ അറ്റ് ദ മിഡിൽ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ഇത് ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. Tactical decisions are those which a manager make over and over again, follow certain established rules, policies and procedures. They are of repetitive nature and related to general functioning. Authority or taking tactical decision is usually delegated to lower level in the organization. അതാണ് ടാക്ടിക്കൽ ഡിസിഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓപ്പറേഷണൽ ഡിസിഷൻസ്. ദീസ് ഡിസിഷൻസ് റിലേറ്റഡ് ടു ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ദ എൻ്റർപ്രൈസ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഡെയിലി, അതായത് നിത്യേന അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ് ഡിസിഷനാണ് ഓപ്പറേഷണൽ ഡിസിഷൻസ്. They have a short term horizon and they are taken repeatedly. അത് ഷോർട്ട് ടേം ആയിട്ടായിരിക്കും, അത് റിപ്പീറ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാവും. These decisions are based on the fact regarding the events and do not require much more business judgment. വസ്തുതകളെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഡിസിഷൻസ് ആണ് ഓപ്പറേഷണൽ ഡിസിഷൻസ്. ഓപ്പറേഷണൽ ഡിസിഷൻസ് ആർ ടേക്കൺ അറ്റ് ലോവർ ലെവൽ ഓഫ് ദ മാനേജ്മെൻറ്റ്. അത് മാനേജ്മെൻറ്റ് ഏറ്റവും ലോവർ ലെവൽസിലാണ് ഇത് ചെയ്യുന്നത്. As the information needed for helping the managers to take rational and well-informed decision, information system need to focus on the process of managerial decision making. Operational decisions are short-term choices that are typically made for weekly, daily or hourly base. അതായത് ഒരാഴ്ച എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു ഡെയിലി, അതായത് ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് എത്ര മണിക്കൂറിലെ പ്രവർത്തനങ്ങൾ, ഇതിനെങ്ങനെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഓപ്പറേഷണൽ ഡിസിഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ഓർഗനൈസേഷണൽ ആൻഡ് പേഴ്സണൽ ഡിസിഷൻ. Decisions which are taken by any person
in his capacity and not a member of the organization are known as personal decision. അത് ഒരു വ്യക്തി പേഴ്സണലായിട്ട് എടുക്കുന്ന ഡിസിഷനാണ് പേഴ്സണൽ ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ ഡിസിഷൻ ഫോർ ലീവ്, അതായത് ഇപ്പോൾ ഒരാൾക്ക് അത്യാവശ്യമായിട്ട് ഒരു ലീവ് വേണം, അവരുടെ പേഴ്സണൽ ചോയ്സാണ്, അതിനെയാണ് പേഴ്സണൽ ഡിസിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഓർഗനൈസേഷൻ ഡിസിഷൻ? ദ ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ എക്സിക്യൂട്ടീവ് ഓർ ഓഫീസേഴ്സ് ഇൻ ദെയർ ഫോർമൽ കപ്പാസിറ്റി ആൻഡ് വിച്ച് മേ ബി ഡെലിഗേറ്റഡ് ടു അതർ പേഴ്സൺ. അതായത് ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് എടുക്കുക, എന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് അത് ഫോളോ ചെയ്യിപ്പിക്കുക, അതിനെയാണ് ഓർഗനൈസേഷൻ ഡിസിഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, പോളിസി, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഡിസിഷൻ. പോളിസി ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. പോളിസി ഡിസിഷൻ ആരെടുക്കുന്നത്? ടോപ്പ് ലെവൽ മാനേജേഴ്സ്. ദിസ് ഈസ് റിലേറ്റഡ് ടു മേജർ ഇഷ്യൂസ് ദാൻ പോളിസീസ് സച്ച് ആസ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ ആൻഡ് മാർക്കറ്റിംഗ് പോളിസീസ്. ഈ രീതിയിലുള്ള മേജർ ഇഷ്യൂസൊക്കെ എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. അതിനെയാണ് പോളിസി ഡിസിഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ മിഡിൽ മാനേജ്മെൻറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് ആരെ എടുക്കുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ആൻഡ് ആർ ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പോളിസി ഡിസിഷൻ. പോളിസി ഡിസിഷനെക്കാട്ടും ഇമ്പോർട്ടൻസ് കുറച്ച് കുറവാണ് ഇതിൽ. ഇതിലൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്വർടൈസിങ് ബഡ്ജറ്റ് ഈസ് എ പോളിസി ഡിസിഷൻ, ബട്ട് സെലക്ടിങ് ഓഫ് മീഡിയ വുഡ് ബി ആൻ എക്സാമ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ. ഒരു പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റ് പോളിസി ഡിസിഷനും അത് നമ്മൾ ഏത് മീഡിയ വഴി അത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്. അടുത്തത് എക്സിക്യൂട്ടീവ് ഡിസിഷൻസ് ആർ ദോസ് വിച്ച് ആർ മെയ്ഡ് അറ്റ് ദ പോയിന്റ് വേർ ദ വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട്. അത് ഏത് ഡിസിഷനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് എക്സിക്യൂട്ടീവ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ടൈപ്സ് ഓഫ് ഡിസിഷനാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.